അധ്യായം 32 സൂറത്ത് സജദ മക്കയിൽ അവതരിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അലിഫ് ലാം മീം. അലിഫ് ലാം മീം. തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. ലോകനാഥങ്കിൽ നിന്ന് അവതരിക്കപ്പെട്ട ഗ്രന്ഥമാണിത്, ഇതിൽ യാതൊരു സംശയവുമില്ല. أم يقولون افتراه بل هو الحق من ربك لتنذر قوما ما أتاهم من نذير من قبلك لعلهم يهتدون. അഥവാ അദ്ദേഹം മുഹമ്മദ് നബി കെട്ടിച്ചമച്ചതാണ് ഇതെന്ന് സത്യനിഷേധികൾ പറയുന്നുവോ? അല്ല, എന്നാൽ ഇത് താങ്കളുടെ നാദങ്കിൽ നിന്നുള്ള സത്യമാണ്. താങ്കൾക്ക് മുമ്പ് ഒരു താക്കീതുകാരനും വന്നിട്ടില്ലാത്ത ഒരു ജനതയെ താങ്കൾ താക്കീത് ചെയ്യാൻ വേണ്ടിയാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. അവർ സന്മാർഗം പ്രാപിച്ചേക്കാം. الله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش ما لكم من دونه من ولي ولا شفيع أفلا تتذكرون. ആകാശഭൂമികളും അവയ്ക്കിടയിലുള്ളതും 6 ദിവസങ്ങളിൽ സൃഷ്ടിച്ചവനാണ് അല്ലാഹു. എന്നിട്ടവൻ അർഷിന്മേൽ ആധിപത്യം സ്ഥാപിച്ചു. അവനെ കൂടാതെ നിങ്ങൾക്കൊരു സഹായകനോ ശുപാർശകനോ ഇല്ല. എന്നിരിക്കെ ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? യുദബ്ബിറുൽ അംറ മിനസ്സമാഇ ഇലൽ അർദി ثم يعرج إليه في يوم كان مقداره 1000 سنة مما تعدون. അവൻ ആകാശം മുതൽ ഭൂമി വരെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചു വരുന്നു. പിന്നീട് അതൊരു ദിവസം അവനിലേക്ക് കയറിപ്പോകുന്നു. ആ ദിവസത്തിന്റെ അളവ്, വലിപ്പം നിങ്ങൾ എണ്ണിവരുന്ന 1000 വർഷമാണ്. ذلك عالم الغيب والشهادة العزيز الرحيم. അവൻ അദൃശ്യകാര്യങ്ങളും ദൃശ്യകാര്യങ്ങളും അറിയുന്നവനും പ്രതാപശാലിയും പരമകാരുണികനുമാണ്. الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين. താൻ സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളെയും അവൻ നന്നാക്കി ബലവത്താക്കിയിരിക്കുന്നു. മനുഷ്യന്റെ സൃഷ്ടിപ്പ് കളിമണ്ണിൽ നിന്നാണ് അവൻ ആരംഭിച്ചത്. ثم جعل نسله من سلالة من ماء مهين. പിന്നീട് മനുഷ്യന്റെ സന്താനങ്ങളെ നിസ്സാരമായ ഒരുതരം വെള്ളമാകുന്ന സത്തിൽ നിന്ന് അവനുണ്ടാക്കി. ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. പിന്നീട് അവന് ആവശ്യമായ വിധം അല്ലാഹു രൂപം ശരിയാക്കുകയും അവന്റെ വക റൂഹ്, ജീവാത്മാവ് അവനിൽ ഊതുകയും ചെയ്തു. മനുഷ്യരെ, നിങ്ങൾക്കവൻ കാതുകളും കണ്ണുകളും ഹൃദയങ്ങളും ഉണ്ടാക്കി തന്നു. എന്നിട്ടും നിങ്ങൾ വളരെ കുറച്ചു മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ. وقالوا أإذا ضللنا في الأرض أإنا لفي خلق جديد بل هم بلقاء ربهم كافرون. ഭൂമിയിൽ അപ്രത്യക്ഷനായി ലയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ പുതിയ ഒരു സൃഷ്ടിയിൽ വീണ്ടും എഴുന്നേൽപ്പിക്കപ്പെടുന്നവർ ആകുമോ എന്ന് സത്യനിഷേധികൾ ചോദിക്കുന്നു. മാത്രമല്ല, തങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെ നിഷേധിക്കുന്നവരുമാണവർ. قُلْ يَتَوَفَّاكُم مَّلَكُ الْمَوْتِ الَّذِي وُكِّلَ بِكُمْ ثُمَّ إِلَى رَبِّكُمْ تُرْجَعُونَ.
താങ്കൾ പറയുക, നിങ്ങളുടെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട മരണത്തിന്റെ മലക്ക് നിങ്ങളെ മരിപ്പിക്കും. പിന്നീട് നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون. ആ കുറ്റവാളികൾ തങ്ങളുടെ റബ്ബിന്റെ അടുത്ത് ശിരസ്സുകൾ താഴ്ത്തുന്നവരായ സന്ദർഭം നീ കാണുകയാണെങ്കിൽ അതൊരു ദയനീയ ദൃശ്യം തന്നെയായിരിക്കും. ഞങ്ങളുടെ നാഥ, താക്കീത് ചെയ്യപ്പെട്ടിരുന്നത് ഞങ്ങൾ നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞങ്ങളെ ഇഹലോകത്തേക്ക് തന്നെ നീ മടക്കി അയക്കണമേ. എങ്കിൽ ഞങ്ങൾ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊള്ളാം. തീർച്ചയായും ഞങ്ങൾ ഇപ്പോൾ ദൃഢമായി വിശ്വസിച്ചവരാകുന്നു എന്നവർ പറയും. ولو شئنا لآتينا كل نفس هداها ولكن حق القول مني لأملأن جهنم من الجنة والناس أجمعين. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാ മനുഷ്യരെയും സന്മാർഗികളാക്കുമായിരുന്നു. പക്ഷേ ജിന്നുകളെയും മനുഷ്യരെയും കൊണ്ട് നരകത്തെ തീർച്ചയായും ഞാൻ നിറക്കുമെന്ന വാക്ക് എന്നിൽ നിന്ന് സ്ഥിരപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. فذوقوا بما نسيتم لقاء يومكم هذا إنا نسيناكم وذوقوا عذاب الخلد بما كنتم تعملون. അതുകൊണ്ട് നിങ്ങളുടെ ഈ ദിവസത്തെ കണ്ടുമുട്ടുന്നത് വിസ്മരിച്ച, നിഷേധിച്ച കാരണത്താൽ അതിന്റെ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുക. തീർച്ചയായും നിങ്ങളെ നാം ശിക്ഷയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന്റെ ഫലമായി ശാശ്വതമായ ശിക്ഷ രുചിച്ചു നോക്കുകയും ചെയ്യുക. إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون. നമ്മുടെ വചനങ്ങൾ കൊണ്ട് ഉത്ബോധനം ചെയ്യപ്പെട്ടാൽ സുജൂദ് ചെയ്യുന്നവരായി നിലത്തി വീഴുകയും തങ്ങളുടെ നാഥനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നവർ മാത്രമേ അവയിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹങ്കരിക്കുകയുമില്ല. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. തങ്ങളുടെ റബ്ബിനോട് അവന്റെ ശിക്ഷയെക്കുറിച്ച് ഭയത്തോടെയും അവന്റെ കരുണയിൽ ആശയോടെയും പ്രാർത്ഥിച്ചുകൊണ്ട് അവർ കിടപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേൽക്കും. നാം അവർക്ക് നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ളവരെ വിശ്വസിക്കുകയുള്ളൂ. فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون. അതിനാൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിന് പ്രതിഫലമായി കണ്ണുകൾക്ക് കുളിർമയേകുന്ന എന്തെല്ലാം സുഖസൗകര്യങ്ങളാണ് അവർക്ക് രഹസ്യമായി ഒരുക്കിവെക്കപ്പെട്ടിട്ടുള്ളതെന്ന് ഒരാളും അറിയുകയില്ല. أفمن كان مؤمنا كمن كان فاسقا لا يستوون. അപ്പോൾ സത്യവിശ്വാസികളായവർ ധിക്കാരിയായവനെ പോലെയാകുമോ? ഒരിക്കലുമില്ല, അവർ തുല്യരാവുകയില്ല. أما الذين آمنوا وعملوا الصالحات فلهم جنات المأوى نزلا بما كانوا يعملون. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരാകട്ടെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഫലമായി ഒരു സൽക്കാരമെന്ന നിലയിൽ അവർക്ക് സ്വർഗീയ വാസസ്ഥലങ്ങളുണ്ട്. وأما الذين فسقوا فمأواهم النار كلما أرادوا أن يخرجوا منها أعيدوا فيها وقيل لهم ذوقوا عذاب النار الذي كنتم به تكذبون. ധിക്കാരം പ്രവർത്തിച്ചവരാകട്ടെ അവരുടെ വാസസ്ഥലം നരകമാകുന്നു. അതിൽ നിന്ന് പുറത്തു കടക്കാൻ അവർ ഉദ്ദേശിക്കുമ്പോഴെല്ലാം അതിലേക്ക് തന്നെ അവർ മടക്കപ്പെടും. നിങ്ങൾ നിഷേധിച്ചുകൊണ്ടിരുന്ന നരകശിക്ഷ നിങ്ങൾ ആസ്വദിക്കുക എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്യും. وَلَنُذِيقَنَّهُم مِّنَ الْعَذَابِ الْأَدْنَىٰ دُونَ الْعَذَابِ الْأَكْبَرِ لَعَلَّهُمْ يَرْجِعُونَ.
തീർച്ചയായും ഏറ്റവും വലിയ ശിക്ഷയ്ക്ക് മുമ്പ് ചെറിയ ശിക്ഷയിൽ നിന്ന് ചിലതെല്ലാം അവരെ നാം ആസ്വദിപ്പിക്കുന്നതാണ് അവർ മടങ്ങാൻ വേണ്ടി. ومن أظلم ممن ذكر بآيات ربه ثم أعرض عنها إنا من المجرمين منتقمون. തന്റെ നാഥന്റെ വചനങ്ങൾ മുഖേന ബോധനം നൽകപ്പെടുകയും എന്നിട്ട് അവയിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുകയും ചെയ്തവനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത്? തീർച്ചയായും ആ കുറ്റവാളികളെ നാം ശിക്ഷിക്കുക തന്നെ ചെയ്യും. وَلَقَدْ آتَيْنَا مُوسَى الْكِتَابَ فَلَا تَكُنْ فِي مِرْيَةٍ مِّن لِقَائِهِ وَجَعَلْنَاهُ هُدًى لِبَنِي إِسْرَائِيلَ. തീർച്ചയായും മൂസാ നബിക്ക് നാം വേദം നൽകി. എന്നാൽ അതിനെ കണ്ടെത്തുന്നതിനെക്കുറിച്ച് താങ്കൾ ഒട്ടും സംശയത്തിലാകരുത്. അദ്ദേഹത്തെ നാം ഇസ്രായേൽ സന്തതികൾക്ക് സന്മാർഗദർശനമാക്കുകയും ചെയ്തു. وَجَعَلْنَا مِنْهُمْ أَئِمَّةً يَهْدُونَ بِأَمْرِنَا لَمَّا صَبَرُوا وَكَانُوا بِآيَاتِنَا يُوقِنُونَ. അവർ ക്ഷമ കൈക്കൊള്ളുകയും നമ്മുടെ വചനങ്ങളിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്തിരുന്നപ്പോൾ നമ്മുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന നേതാക്കളെ നാം അവരിൽ നിന്ന് ഉണ്ടാക്കുകയും ചെയ്തു. إِنَّ رَبَّكَ هُوَ يَفْصِلُ بَيْنَهُمْ يَوْمَ الْقِيَامَةِ فِيمَا كَانُوا فِيهِ يَخْتَلِفُونَ. തീർച്ചയായും അവർ ഭിന്നിച്ചുകൊണ്ടിരുന്ന കാര്യത്തിൽ താങ്കളുടെ റബ്ബ് അന്ത്യനാളിൽ അവർക്കിടയിൽ തീരുമാനിക്കുന്നതാണ്. أَوَلَمْ يَهْدِ لَهُمْ كَمْ أَهْلَكْنَا مِنْ قَبْلِهِمْ مِنَ الْقُرُونِ يَمْشُونَ فِي مَسَاكِنِهِمْ إِنَّ فِي ذَلِكَ لَآيَاتٍ أَفَلَا يَسْمَعُونَ. ഇവർക്ക് മുമ്പ് ധാരാളം തലമുറകളെ നാം നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു എന്നത് ഇവർക്ക് മാർഗദർശനം നൽകുന്നില്ലേ? ഇവർ അവരുടെ ഭവനങ്ങളിൽ കൂടി സഞ്ചരിക്കുന്നു. തീർച്ചയായും അതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. എന്നിട്ടും ഇവർ കേട്ടു മനസ്സിലാക്കുന്നില്ലേ? أَوَلَمْ يَرَوْا أَنَّا نَسُوقُ الْمَاءَ إِلَى الْأَرْضِ الْجُرُزِ فَنُخْرِجُ بِهِ زَرْعًا تَأْكُلُ مِنْهُ أَنْعَامُهُمْ وَأَنْفُسُهُمْ أَفَلَا يُبْصِرُونَ. വരണ്ടു കിടക്കുന്ന ഭൂമിയിലേക്ക് വെള്ളത്തെ നാം വലിച്ചു കൊണ്ടുപോകുന്നത് ഇവർ കണ്ടിട്ടില്ലേ? എന്നിട്ട് ഇവരുടെ കന്നുകാലികളും ഇവരും ഭക്ഷിക്കുന്ന കൃഷിയെ നാം അതുമൂലം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും അവർ കണ്ടറിയുന്നില്ലേ? وَيَقُولُونَ مَتَى هَذَا الْفَتْحُ إِن كُنتُمْ صَادِقِينَ. നിങ്ങൾ സത്യവാദികളാണെങ്കിൽ ഈ തീരുമാനം എപ്പോഴാണ് ഉണ്ടാവുകയെന്നവർ ചോദിക്കുന്നു. قُلْ يَوْمَ الْفَتْحِ لَا يَنفَعُ الَّذِينَ كَفَرُوا إِيمَانُهُمْ وَلَا هُمْ يُنظَرُونَ. നബിയെ, താങ്കൾ പറയുക, തീരുമാനമുണ്ടാകുന്ന ദിവസം സത്യനിഷേധികൾക്ക് അവരുടെ വിശ്വാസം പ്രയോജനപ്പെടുകയില്ല. അവർക്ക് ശിക്ഷ പിന്തിക്കപ്പെടുകയുമില്ല. فَأَعْرِضْ عَنْهُمْ وَانْتَظِرْ إِنَّهُمْ مُنْتَظِرُونَ. അതുകൊണ്ട് താങ്കൾ അവരിൽ നിന്ന് തിരിഞ്ഞു കളയുകയും കാത്തിരിക്കുകയും ചെയ്തുകൊള്ളുക. തീർച്ചയായും അവരും കാത്തിരിക്കുന്നവരാണ്.